അമീബിക് മസ്തിഷ്ക ജ്വരബാധ ആശങ്കയിൽ അഗ്നിരക്ഷാസേനയും ഒരു വിധത്തിലുമുള്ള സുരക്ഷയും ഇല്ലാതെയാണ് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇവർക്ക് കൃത്യമായ മെഡിക്കൽ പരിശോധന പോലും ഇല്ല. അപകടമുണ്ടായാൽ സൈറൻ മുഴക്കി നമ്മുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്നവർ, ജീവൻ കളഞ്ഞും ജീവൻ കാക്കുന്നവർ, കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. വടകര വെള്ളിക്കുളങ്ങരയിലും ബ്രഹ്മപുരത്തും ചിറ്റൂർ പുഴയിലും ആമയിഴഞ്ചാൻ തോട്ടിലും തുടങ്ങി അവർ നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിൽ കൈയടിച്ചവരാണ് നമ്മൾ. അടിയന്തര സാഹചര്യത്തിൽ ഓടിയെത്തുന്ന ഇവരുടെ കാര്യത്തിൽ പക്ഷേ ചെറുതല്ലാത്ത ആശങ്കയാണുള്ളത്. കണ്ടു നിൽക്കാൻ അറയ്ക്കുന്ന മലിനജലത്തിൽ മുങ്ങിയുള്ള രക്ഷാപ്രവർത്തനം. ജീവന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ മനുഷ്യർ ചിന്തിക്കാറേയില്ല. സുരക്ഷയ്ക്കായി വലിയ സംവിധാനങ്ങളൊന്നും ഇവരുടെ കയ്യിലുമില്ല. അതിനാൽ തന്നെ ജലജന്യ രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അബാൻഡൻഡ് ആയിട്ടുള്ള പൊട്ടക്കുളങ്ങളോ ഒക്കെ നമ്മൾ പറയുന്ന നാട്ടിൻപുറത്തുള്ള അതുണ്ട്. അല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടുകൾ ഉണ്ടാവും. ഇതൊന്നുമല്ലാതെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവയിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന വെള്ളം അല്ലെങ്കിൽ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളമൊക്കെ അത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചതാണെന്നുള്ളതിന് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്രോതസ് നമ്മൾ കണക്കാക്കുന്ന ഇതിന്റെ ഈ വാട്ടർ ബെഡിൽ ഉള്ള സോയിലും മറ്റ് മാലിന്യങ്ങളും കൂടെയായിട്ട് കലരുമ്പം ഈ അമീബയ്ക്കുള്ള പകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നീന്തൽക്കുളം ആഴ്ചതോറും ശുചീകരണം നടത്തണം. കിണർവെള്ളം ക്ലോറിനേറ്റ് ചെയ്യണം. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അവിടെ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം പടരാൻ സാധ്യതയുണ്ട്. ഉറവിടം പോലും കണ്ടെത്താനാവാതെ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുമ്പോൾ സ്വീകരിക്കേണ്ട മറ്റ് നിർദ്ദേശങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചതുമില്ല. മലിനജലത്തിലടക്കം ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്നതാവട്ടെ വെറ്റ് സ്യൂട്ടാണ്. സ്യൂട്ടും ഒപ്പം അത് ധരിക്കുന്ന ആളും നനയും. ഇത്തരം സ്ഥലങ്ങളിൽ വേണ്ടത് ഡ്രൈ സ്യൂട്ടാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭ്യമായ ഇവ ഇവിടെ അഗ്നിരക്ഷാസേനയ്ക്ക് ലഭിക്കുന്നില്ല. കൈമേയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തി തിരിച്ചെത്തുന്ന ഇവർക്ക് കൃത്യമായ മെഡിക്കൽ പരിശോധന പോലുമില്ല. വലിയ അപകടങ്ങളാണെങ്കിൽ പേരിന് മാത്രമുള്ള പരിശോധന. പിന്നീട് വേണ്ട പരിശോധനയ്ക്ക് കയ്യിൽ നിന്ന് പണം ചിലവാക്കണം. റിസ്ക് അലവൻസായി ഒരു മാസം ലഭിക്കുന്നത് 200 രൂപയാണ്. പരിമിതമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏത് സാഹസങ്ങൾക്കും പാഞ്ഞെത്തുന്ന ഇവരുടെ കാര്യത്തിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് അല്പം കനിവ് വേണം. പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഉണ്ടാവണമെന്നാണ് സേനാംഗങ്ങളുടെയും ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.